നമസ്കാരം. കണ്ടകശനിയുടെ വരവാണെങ്കിലും വരവാണല്ലോ ചെലവല്ലല്ലോ എന്ന് സമാധാനിക്കുന്ന കക്ഷിയാണ് പിണറായി വിജയൻ. പറ്റുന്നത് ഭാഗ്യം, ചെയ്യുന്നത് സൂത്രം എന്ന മട്ടിൽ അദ്ദേഹം നമ്മെ ഭരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 10 ആകാൻ പോകുന്നു. 10 ആളിന് മുമ്പിൽ പ്രതാപം കാട്ടി നടക്കാനും ചപ്രമഞ്ചത്തിലിരിക്കാനും പ്രസംഗിച്ച് തകർക്കാനും പൗരപ്രമുഖർക്കൊപ്പം ഇരുന്ന് ഉണ്ണാനും കൊതി തീരാത്ത മനുഷ്യനാണ് അദ്ദേഹം. ഉത്സവങ്ങളില്ലാത്ത ഒരാഴ്ച പോലും പുള്ളിയുടെ ജീവിതത്തിലില്ല. കൊല്ലത്തെ കശുവണ്ടി കോൺക്ലേവോടെ തന്നാണ്ടത്തെ ആഘോഷം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ഇന്നുവരെ കണ്ടതിനും അപ്പുറമുള്ള മാമാങ്കമായി മാറി. മോഹൻലാലും മമ്മൂട്ടിയും കമലും മൂന്നും കൂടി സംഗമിക്കും എന്നാണ് കേട്ടത്. പക്ഷേ മോഹൻലാൽ ഗൾഫിലും കമലിനെ സ്റ്റാലിൻ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയാത്തതിനാലും വന്നില്ല. മമ്മൂട്ടി സഖാവായതുകൊണ്ട് വരാതിരിക്കാനും കഴിയില്ല. അതോടെ മമ്മൂട്ടി സിനിമ വിട്ട് വിജയൻ്റെ ഉഡായിപ്പ് നാടകത്തിൽ അഭിനയം തുടങ്ങിയതായി കണക്കാക്കാം. മമ്മൂക്കയും വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിൻ്റെ അവസ്ഥ? അർജന്റീനയിൽ കിടക്കുന്ന മെസ്സിയെ ഇങ്ങോട്ട് വരാതെ തടഞ്ഞത് സതീശനും പ്രതിപക്ഷവുമാണെന്നാണ് CPM-കാർ പറഞ്ഞത്. മോഹൻലാലും കമലും ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കരുതെന്ന് ഇന്നലെയും സതീശൻ പറഞ്ഞിരുന്നു. എന്തായാലും അവരെ വിലക്കിയതും സതീശനാണെന്ന് ഇനി പറയാം. സതീശനൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വരാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. എന്തായാലും പിണറായി വിളിക്കുന്നവരാരും ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നില്ല. മെസ്സിയുടെ അവസ്ഥയാണ്. ഉച്ചയ്ക്ക് കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ ധനധാന്യമെല്ലാമെന്ന് പറഞ്ഞ പോലെ അയ്യപ്പനെ വരെ ഹരിവരാസനം പാടി ഉറക്കി കൊള്ള നടത്തിയവരാണ് ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ്. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യനെ ചതിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് തീരുമാനമെടുത്ത ലാലും കമലും നന്നായി വരും. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇവിടെ അതിദരിദ്രരെ തുടച്ചു നീക്കിയാൽ മോദി നമ്മുടെ അരി കുറയ്ക്കും. മഞ്ഞക്കാർഡുകാരൊക്കെ അരിച്ചീട്ടും കക്ഷത്തിൽ വെച്ച് തേരാപ്പാര നടക്കേണ്ടി വരും. പിണറായി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞ് ആ പാവങ്ങൾ എങ്ങോട്ട് കയറി ചെല്ലും? അല്ലെങ്കിൽ തന്നെ കേന്ദ്രം ഇങ്ങോട്ട് കൊടുക്കുന്ന അരിയൊക്കെ കള്ളന്മാർ അടിച്ചെടുത്ത് കരിഞ്ചന്തയിൽ വിൽക്കുകയാണ്. ഒരു റേഷൻ കടയിൽ നിന്നും 2 കിലോ പച്ചരി മേടിക്കണമെങ്കിൽ എത്ര തവണ മെഷീനിൽ കൈവതിക്കണം? കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് റേഷൻ മുഴുവൻ കരിഞ്ചന്തയിൽ വിറ്റത് ഈ മുണഞ്ഞ സർക്കാരിലെ ഒറ്റ ഉദ്യോഗസ്ഥനും അറിഞ്ഞതുമില്ല. നാട്ടിൽ അരിമറിച്ച് വിൽക്കുന്ന കാര്യം കേന്ദ്രം അറിഞ്ഞാൽ അന്ത്യോദയ പദ്ധതിയൊക്കെ എടുത്ത് തോട്ടിലെറിയും. പിണറായിക്ക് ദാരിദ്ര്യമെന്ന് കേൾക്കുന്നതും പാവങ്ങളെന്ന് കേൾക്കുന്നതും അലർജിയാണ്. ആ പേരുകൾ കേട്ടാൽ ദേഹം ചുവന്ന് തട്ടിക്കും. പൗരപ്രമുഖർ, മുതലാളി, ലോക മുതലാളി എന്നൊക്കെ കേട്ടാൽ ആഹാ. എന്തായാലും മമ്മൂക്ക മോനെ കൂടി കൊണ്ടുവരണമായിരുന്നു. പൃഥ്വിരാജിനെയും മല്ലിക ചേച്ചിയെയും കൂടി വിളിച്ചിരുന്നെങ്കിൽ ഒരു ഗുമ്മുണ്ടായേനെ. ED വേട്ടയാടുന്ന ഇരകളെല്ലാം കൂടി ചേർന്ന സംഗമമായി ഇത് മാറിയേനെ. ഇന്നത്തെ പ്രഖ്യാപന ചടങ്ങിനും ഇന്ന് വെറുതെ കൂടി പിരിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനും പത്രങ്ങളിൽ കൊടുത്ത പരസ്യത്തിനും എല്ലാം കൂടി ചേർത്ത് എത്ര കോടിയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ദിവസം ഇവരെല്ലാം കൂടി വന്ന് സഭയുടെ മേശപ്പുറത്ത് താളമടിച്ചതിനും സാറ് സാറെന്ന് വിളിച്ചതിനും എത്ര ലക്ഷം നമ്മൾ നികുതിപ്പണം എടുത്ത് ചെലവാക്കണം? അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് ഇന്നോവ ക്രിസ്റ്റയിലും ഹെലികോപ്റ്ററിലും 1.25 കോടിയുടെ ബസ്സിലും കയറി നടക്കുന്ന നിങ്ങൾ ചെലവിന് കൊടുത്തല്ല ഈ നാട്ടിലെ മനുഷ്യർ കഴിയുന്നത്. പാർട്ടിയും സർക്കാരും ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ തിന്നു കഴിയുന്ന പാർട്ടി അടിമകളല്ല ബഹുഭൂരിപക്ഷവും. വല്ലവൻ്റെയും വീട്ടിൽ അടുപ്പ് പുകയുന്നത് കണ്ടോ എൻ്റെ ഭരണനേട്ടമെന്ന് പറഞ്ഞു നടക്കുന്നത് ഒരു തരംതാണ പരിപാടിയാണ്. ഗോവിന്ദൻ പണ്ട് പ്രഖ്യാപിച്ച 20 ലക്ഷം തൊഴിലവസരങ്ങളിലെല്ലാം ആളായോ? കേരളത്തിലെ മനുഷ്യർ വെളുത്ത തുണി ഉടുത്താൽ അതിൻ്റെ ക്രെഡിറ്റും പിണറായിക്ക് വേണം. 3 നേരം ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും പിണറായിക്ക്. ആരോ കണ്ടുപിടിച്ച പാരസെറ്റമോൾ കഴിച്ച് മനുഷ്യൻ്റെ പനി മാറിയാൽ നമ്പർ 1 ആരോഗ്യ തള്ള്. മനുഷ്യൻ്റെ അകത്തോട്ട് പോകുന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന പിണറായി സർക്കാർ പുറത്തോട്ട് പോകുന്നതിൻ്റെയും അങ്ങ് എടുത്തോണം. ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രഖ്യാപനം നടത്തിയതാണ് ഭീകരമായത്. അമിത്ഷായുടെ അടുപ്പക്കാരോ കേരളത്തിൽ വന്നു പോലും. അയാൾ നോക്കിയപ്പോൾ കേരളത്തിലെല്ലാവരും തുണി ഉടുത്ത് നടക്കുകയാണ്. അയാൾക്ക് അതിശയം. ഇക്കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ ചെന്ന് പറയുമെന്ന് പറഞ്ഞാണത്രേ പോയത്. കേട്ടാൽ തോന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മനുഷ്യർ തുണി ഉടുക്കാതെ നടക്കുകയാണെന്ന്. അമിത്ഷായുടെ കേരളത്തിലെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ പിണറായി വിജയനാണെന്നുള്ളത് വേറൊരു കാര്യം. മാറുമറക്കൽ സമരം, കല്ലുമാല സമരം എന്നിവ പിണറായി 3 വയസ്സുള്ളപ്പോൾ നയിച്ച സമരങ്ങളാണ്. വില്ലുവണ്ടി സമരം നയിക്കുമ്പോൾ പിണറായിക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പിണറായി വിജയനെ ആരാധിക്കുന്ന കമ്മികൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും സഹോദരൻ അയ്യപ്പനുമൊക്കെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്നു എന്നാണ്. റോഡിൻ്റെ മിനുസം പറഞ്ഞാണ് മറ്റൊരു താളമടി. ഗോവിന്ദൻ പറഞ്ഞത്
ഹൈവേയിലോട്ടൊക്കെ കയറുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആകെ മാറുകയാണെന്നാണ്. കമ്മ്യൂണിസം തന്നെ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് മാറ്റുന്ന സാധനമായി മാറി. കുതിരവട്ടം പപ്പു പണിതുകുളമാക്കിയ റോഡ് റോളറിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞത് ടാറിങ്ങിൻ്റെ നിലവാരം പുരോഗമിച്ചത് ഒന്നും ഈ ഗോവിന്ദൻ അറിഞ്ഞിട്ടില്ല. കോടീശ്വരന്മാർ പണം മുടക്കി ടാറിങ്ങിന് യന്ത്രവാഹനങ്ങൾ വാങ്ങിയത് കാരണം ഏത് റോഡ് നന്നായി പണിതാലും മിനുസത്തിന് യാതൊരു കുറവും വരില്ല. വരയിടുന്നതിനും യന്ത്രമുണ്ട് ഗോവിന്ദ. ഈ മിനുസത്തിൽ പിടിച്ചും മിനുങ്ങുകയാണ് സർക്കാരും പാർട്ടിയും. ന്യൂയോർക്കിലെ കുട്ടിയുടെ കഥ ഖത്തറിലും ദോഹയിലും ഒക്കെ പോയി മുഖ്യമന്ത്രി പറഞ്ഞു. ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പോലും പിണറായി പറയുന്നില്ല. മായാവിയിലെ രാജുവിനെയും രാധയെയും പോലെ 2 കുട്ടികളെ ഭാവനയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. കുട്ടികളങ്ങ് അതിശയം കൂറുകയാണത്രേ. എന്തൊരു മാറ്റമാണ് കേരളം മാറിയത്, എന്തൊരു നാറ്റമായി പാർട്ടിയും മുഖ്യനും നാറിയത് എന്നാണ് യഥാർത്ഥ കുട്ടികൾ ചോദിക്കുന്നത്. സാറി വെടിക്കഥകളുടെയൊക്കെ സ്ക്രിപ്റ്റ് തനിയെ ഉണ്ടാക്കുന്നതാണോ അതോ തിരക്കഥാകൃത്തുക്കൾ എഴുതി തരികയാണോ? കൊച്ചു പിള്ളേര് പോലും പിണറായി വിജയനെ കാണുമ്പോൾ വെടിയപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. കമ്മികളായി നടക്കുന്നവൻ്റെ മുഴുവൻ തലച്ചോറ് തുരഞ്ഞെടുത്ത് അതിൽ ചകിരിച്ചോറ് നിറച്ചു കൊടുത്ത ഈ പിണറായിക്ക് മുമ്പിൽ ഗീബൽസുകൾ പോലും തോറ്റുപോകും. ഇവിടെ എല്ലാവരും തുണിയുടുക്കുന്നതിൻ്റെ മേന്മയും സ്വന്തം പോക്കറ്റിലാക്കി നടക്കുന്ന പിണറായിയോട് നിങ്ങൾ നഗ്നനാണെന്ന് ഒന്ന് വിളിച്ചു പറയാൻ ഒരു കുട്ടി ഇനി എന്നുണ്ടാകും.